ഹലോ, വെൽക്കം ടു എഫ് ജി ട്രേഡർ. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ കാണുന്നുണ്ട്. CPR റിവേഴ്സിൽ പോകുന്നതാണ് ഞാനൊരു ഓപ്പർച്യൂണിറ്റി കാണുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊരു എൻട്രി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 15K നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ള ബേസിലാണ് ഞാൻ നോക്കുന്നത്. 2 ലോട്ട് വാങ്ങിച്ചാൽ ഏകദേശം ക്ലിയർ ആകും വിചാരിക്കുന്നു. ഏകദേശം 15K യൂസ് ആവും. അപ്പോൾ എന്തായാലും അത് ഞാൻ യൂസ് ചെയ്ത് വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നൊരു റിവേഴ്സൽ ആണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നൊരു CPR തട്ടിയിട്ട് അവിടെ നിന്നൊരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും ചാർട്ടിൽ നോക്കാം. നമുക്ക് കാണുന്നത് ഏകദേശം നല്ലൊരു സപ്പോർട്ട് എടുത്ത് അവിടെ നിന്ന് പോകുന്ന പോലെയാണ് എൻ്റെ ഒരു വ്യൂവിലുള്ളത്. നിഫ്റ്റിയിൽ ഇങ്ങനെയാണ്. ബാങ്ക് നിഫ്റ്റിയിലായാലും സെയിം സിറ്റുവേഷൻ തന്നെയാണ്. മൊത്തം ഓവറോൾ ഒരു സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ചെറിയ റിസ്ക് എടുത്തിട്ട്, ചെറിയ റിസ്ക് എന്ന് പറഞ്ഞാൽ ചെറിയ റിസ്ക്കുള്ളൂ. ഏകദേശം 15 റുപ്പീസിൻ്റെ ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ ഏകദേശം വരികയാണെങ്കിൽ 10% കുറച്ചും കൂടെ ഡൗണിലേക്ക് വന്നാലും കൂടെ 10% അടുത്തൊക്കെ നമുക്ക് ലോസ് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ചെറിയ റിസ്ക് എടുത്തിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ 1:3 എന്നുള്ള റേഷ്യോയിൽ ഞാൻ വെച്ചിട്ടുണ്ട് ടാർഗറ്റും. അപ്പോൾ അത് എടുത്തിട്ട് ഇറങ്ങാമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ചെറിയ ടാർഗറ്റ് തന്നെയാണുള്ളത്. 50 പോയിൻറ്റിൻ്റെയൊക്കെയാണുള്ളൂ. ചെറിയ ടാർഗറ്റ് തന്നെയാണ്, ചെറിയ സ്റ്റോപ്പ് ലോസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. അത് പെട്ടെന്ന് അടിക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അത്രയും സ്ട്രോങ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. സപ്പോർട്ട് തന്നെയാണ് എന്നുള്ളൊരു ഇതാണ് എടുക്കുന്നത്. ഇവിടെ നിന്ന് കുറച്ച് കണ്ട് പോയാൽ കൂടെ നമുക്ക് എൻട്രി പോയിൻറ്റിൻ്റെ അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ ട്രെൻഡ് റിവേഴ്സിലാവുകയാണെങ്കിൽ കൂടെ നമുക്ക് എൻട്രി പോയിൻറ്റിൽ തന്നെ ഇറങ്ങിയിട്ട് നമുക്ക് ലോസില്ലാതെ തന്നെ രക്ഷപ്പെടാനും പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഓവറോൾ നോക്കുമ്പോൾ എല്ലാം സപ്പോർട്ടിൽ തന്നെയാണ്. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്തായാലും നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് എക്സിറ്റ് ആയിട്ട് നോക്കാം എന്താണ് സംഭവിച്ചതെന്നുള്ളത്, എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഏകദേശം 10% അടുത്തിട്ട് നമുക്ക് ലോസ് ആയിട്ടുണ്ട്. ഏറ്റവും ചെറിയ ലോസ് തന്നെയാണ് ഇന്നുണ്ടായിട്ടുള്ളൂ. കുഴപ്പമൊന്നുമില്ല, വലിയ വിഷയമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്താ സംഭവം. അപ്പോൾ ചെറിയ സ്റ്റോപ്പ് ലോസ് അടിച്ച് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു സപ്പോർട്ട് റേഞ്ചിൽ ഉണ്ടായിരുന്നു മാർക്കറ്റ്. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് റിവേഴ്സിൽ പോകുമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ക്യാൻഡലിൽ ഞാൻ അവിടെ നിന്ന് റിവേഴ്സിൽ പ്ലാൻ ചെയ്ത് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയി കിട്ടിയത് ഞാൻ ഈ ഒരു ക്യാൻഡിൽ സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ എൻട്രി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതേപോലെ മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് ചെറിയൊരു മൂവ്മെൻറ്റ് വന്നു. അതിനുശേഷം അങ്ങനെ കണ്ട് താഴേക്ക് തന്നെ വന്നു. വലിയൊരു മൂവ്മെൻറ്റ് മേലേക്കും വന്നില്ല. എന്നാൽ കറക്റ്റ് അത് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നു. അതിനുശേഷം ഇവിടെ നിന്നൊരു ഹാമർ ക്യാൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഞാൻ വിചാരിച്ചു ഓക്കെ, ഇനി ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കും സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടും കാര്യമില്ല, കുഴപ്പമൊന്നുമില്ല, ഇവിടെ നിന്ന് റിവേഴ്സിൽ വരും, ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കും പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് ഇവിടെ നിന്ന് വീണ്ടും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് അവിടെ നിന്നാണ് കറക്റ്റായിട്ടുള്ള റാലി വന്ന്. അപ്പോൾ എൻ്റെ എൻട്രി എടുക്കേണ്ട എവിടെ നിന്നാണ് ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പീസ് അടിക്കായിരുന്നു ഇന്ന് എൻട്രി എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലൊരു എൻട്രിയാണ് മിസ്സായത്. ഏകദേശം നമുക്ക് ഇവിടെ നിന്ന് കൺഫർമേഷൻ കിട്ടിയ ശേഷം എൻട്രി എടുത്താൽ കൂടെ നമുക്ക് ഏകദേശം അവിടെ 25 റുപ്പീസിൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു മൂവിങ് ആവറേജ് വരെയോ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് വരെയോ നമുക്ക് ടാർഗറ്റ് വെച്ചാലും മതിയായിരുന്നു. അപ്പോൾ മൂവിങ് ആവറേജ് വരെ വെക്കുകയാണെങ്കിൽ കൂടെ നമുക്ക് 44 റുപ്പീസിൻ്റെ ആ ഒരു ടാർഗറ്റ് കിട്ടുമായിരുന്നു. അത് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ അവിടെ നിന്ന് ചിലപ്പോൾ അവിടെ നല്ല രീതിയിൽ മേലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് മേലെ നിന്ന് ഇറങ്ങേണ്ടി വരും. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇവിടെ വെച്ച് ഇറങ്ങാണ്ട് വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് പിന്നെയും താഴ്ന്ന് ഇവിടെ നിന്ന് എക്സിറ്റ് ആവാമായിരുന്നു. പക്ഷേ അത് കൺഫർമേഷൻ ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ ഒരു 1:2 റേഷ്യോയിലും എടുത്ത് ഇറങ്ങാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ലോസ് ഇല്ലാതെ
ഇറങ്ങണം എന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പി സൈഡിക്ക് എടുക്കണമായിരുന്നു ഞാൻ. പക്ഷേ എനിക്കത് പി സൈഡിക്ക് കിട്ടിയില്ല. എനിക്ക് എൻ്റെ മോർണിംഗ് തന്നെ അത്രയും നേരത്തെ തന്നെ എടുത്തു. അപ്പോൾ നേരത്തെ എടുത്തപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. മിസ്റ്റേക്ക് അല്ല, എൻ്റെ ഒരു വ്യൂ അങ്ങനെ ഒരു ഐഡിയ വന്നു. അപ്പോൾ എൻ്റെ വ്യൂ ഇന്ന് റോങ് ആയി മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നേരെ ഡൗണിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും സെയിം തന്നെയാണ്, ഫുള്ള് ഡൗണിലേക്ക് തന്നെയാണ്. ഏകദേശം ഈ മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ ഒരു എൻട്രി എടുത്താണെങ്കിൽ കൂടെ നല്ലൊരു രീതിയിൽ നമുക്ക് റാലി ഡൗണിലേക്ക് കിട്ടിയിട്ടുണ്ട്. എവിടെയും ഇറങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഏകദേശം നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്കാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏകദേശം കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ കൂടെ ഈ ഒരു റേഞ്ചിൽ നിന്ന് എടുത്താൽ കൂടെ നമുക്ക് ഏകദേശം ഈ ഒരു റേഞ്ചിൽ ടാർഗറ്റ് 200ൻ്റെ ടാർഗറ്റിങ്ങിന് മിനിമം എടുത്ത് ഇറങ്ങാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ ഏകദേശം ഒരു 50 to 60 ആ ഒരു റേഞ്ചിൽ തന്നെയാണല്ലോ. അപ്പോൾ നല്ല രീതിയിൽ എടുത്ത് ഇറങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ജസ്റ്റ് ഫോറെങ്കിലും കിട്ടാനുള്ള ഇതുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇന്ന് എൻ്റെ മൈൻഡ് പി സൈഡിലേക്ക് പോയില്ല. ഇന്ന് സപ്പോർട്ടിൽ നിന്ന് അവിടെ നിന്നൊരു അപ് ട്രെൻഡ് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ അവിടെ നിന്ന് ക്ലിയർ ആയിട്ട് കാണാമല്ലോ. കാരണം ഇവിടെ നിന്നൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സപ്പോർട്ടിന് ഞാൻ ഇവിടെ നിന്ന് മേലോട്ട് പോവും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് തന്നെയായിരുന്നു. അപ്പോൾ അതെനിക്ക് ഇന്ന് തെറ്റിപ്പോയി. അപ്പോൾ ഏകദേശം ഈ റേഞ്ചിൽ ഫുള്ള് സപ്പോർട്ടായിരുന്നു, കറക്റ്റ് സപ്പോർട്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്നൊരു അപ് ട്രെൻഡ് കിട്ടണം എന്നുള്ളതായിരുന്നു. എനിക്ക് ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ട് ഞാൻ എടുക്കാനുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. എനിക്ക് ആ ഒരു മൈൻഡ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെനിക്ക് വലിയൊരു ഫാൾട്ട് പറ്റി. എന്തായാലും ഇന്നത്തെ ട്രേഡ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നാളെ നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് എന്നുള്ളത് നോക്കിയിട്ട് നാളത്തേക്ക് നമുക്ക് എൻട്രി എടുക്കാവുന്നതല്ല. അപ്പോൾ താങ്ക് യു.